നിങ്ങൾ നല്ല ഓഫേഴ്സിന് വേണ്ടി ശ്രമിക്കൂ എന്നുള്ളത് കൊണ്ട് ഗ്രേറ്റ് ഓഫർ എന്നുള്ളതിന്റെ ജിയും ഒയും ചേർത്ത് ജിയോ ഗോ. ഒരു ലോയറിൽ നിന്ന് ഒരു സംരംഭത്തിലേക്ക് എത്തിയ അഡ്വക്കേറ്റ് ബിജു സാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. പലപ്പോഴും ഈ ചെറുകിട സംരംഭങ്ങൾ പരാജയപ്പെടുന്നത് അവരുടെ കഴിവുകേട് കൊണ്ടോ അവരുടെ പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴത്തെ കാലത്ത് ഈ ഓർമ്മയിൽ നിൽക്കുക എന്ന് പറയുന്നത് എത്ര എണ്ണം എന്ന് വെച്ചാൽ, ഇനി ഓർമ്മയിൽ നിന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഇതിന്റെ വഴി തട്ടിപ്പിടിച്ച് പോകാനും വാങ്ങാനും ഒന്നും പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ ഒരു കട ഉണ്ടെന്ന് മനസ്സിലായാൽ തന്നെ പോകാൻ അങ്ങ് മടിക്കും. എല്ലാവരും ഓഫറാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? ആ ഓഫർ എവിടെ കിട്ടും എന്ന് ചിന്തിക്കും. ഓൺലൈനിലുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കമ്പാരിസൺ, നമുക്ക് കുറഞ്ഞ പ്രൈസിൽ സാധനം കിട്ടും എന്നുള്ളതാണ്. ഓഫ്ലൈനിലുള്ളത് ഹ്യൂമൻ വാല്യൂസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം 50 രൂപ അടുത്താകും നല്ലൊരു ചായ കുടിക്കണം അല്ലേ? 50 രൂപ പോലും ഇല്ല ഡെയിലി ഇതിന് നമുക്ക് വരുന്ന ചെലവ്. ഇനിയിപ്പം ഫ്യൂച്ചറിലേക്ക് വരുമ്പം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ആയിരിക്കും എല്ലാ വ്യവസായങ്ങളും നടക്കുക. അതിന് സാർ എങ്ങനെയായിരിക്കും കാണുന്നത്? ഏത് രീതിയിൽ വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഹ്യൂമൻ വാല്യൂസ്, ആ ട്രസ്റ്റ്, ആ ഒരു ഇന്റിമസിയിൽ നമ്മളൊരു സാധനം വാങ്ങുമ്പം അല്ലെ ആ കച്ചവടക്കാരനും അല്ലെ ആ ഉപഭോക്താവും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ബന്ധം, അത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇനി വേറെ സംവിധാനമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ലോയറിൽ നിന്ന് ഒരു സംരംഭത്തിലേക്ക് എത്തിയ അഡ്വക്കേറ്റ് ബിജു സാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. സാർ, വെൽക്കം ടു ദി ഷോ. സാർ, എന്തൊക്കെയുണ്ട്? സുഖമാണോ? സുഖം. സാർ, എങ്ങനെയാണ് ഒരു അഡ്വക്കേറ്റിൽ നിന്ന് ഒരു ബിസിനസ്മാനിലേക്ക് എത്തിയത്? ആ യാത്ര എങ്ങനെയായിരുന്നു? ഞാന് ഒരു നിയമവിദഗ്ധൻ എന്നുള്ള ബിസിനസ് കാര്യങ്ങളാണ് കൂടുതലും. ബിസിനസ് ടാക്സ് നിയമങ്ങൾ, അതായത് എപ്പോഴും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് കഴിഞ്ഞ ഒരു 25 വർഷത്തോളമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ബിസിനസ് കൺസൾട്ടൻസിയും കൊടുക്കേണ്ടതായിട്ട് വരും. കാര്യം നമ്മുടെ ക്ലയൻസ് പലപ്പോഴും പല പ്രതിസന്ധികളിലൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരാള് എന്നുള്ള നിലയിൽ നമ്മളെ സമീപിക്കും. കാര്യം ഞാൻ നിയമം പഠിച്ചിട്ടുണ്ട്, മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചിട്ടുണ്ട്, ഇപ്പം ഒരു റിസർച്ച് സ്കോളർ കൂടിയാണ്. അപ്പം ആ നിലയിലൊക്കെ പലപ്പോഴും എന്നോട് തന്നെ വന്ന് ചോദിക്കും, സാർ എന്താണ് അതിനൊരു സൊല്യൂഷൻ, അല്ലെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം. അപ്പം പല സാഹചര്യങ്ങളിലും ഞാൻ ഇതിനെക്കുറിച്ച് ചെറുകിട സംരംഭങ്ങളൊക്കെ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെ ചെറുകിട ഷോപ്പുകളൊക്കെ സർവൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പഠിക്കാൻ ഞാൻ നിർബന്ധിതനായിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങൾ കണ്ടെത്തുമല്ലോ. വേറൊരാൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്കതിൽ കുറച്ച് ഇൻസൈറ്റ്സ് വരും. ഇത് ഇന്നതാണ് കാര്യം, ഇതിന് ഇന്ന രീതിയിലൊരു സൊല്യൂഷൻ ജനറലി വന്നാൽ അത് എല്ലാവർക്കും ഇതേ പ്രശ്നം അനുഭവിക്കുന്ന മറ്റ് നമ്മുടെ ക്ലയന്റ് ഉൾപ്പെടെ ഉള്ള അല്ലെ മറ്റ് ചെറുകിടക്കാർക്കും അത് അല്ലെ സമൂഹത്തിൽ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, അല്ലെ ഒരു ജനറൽ മോട്ടീവ്, സോഷ്യൽ മോട്ടീവ് ഉണ്ട്. അങ്ങനെ ആണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിച്ച്. അപ്പം പലപ്പോഴും ഈ ചെറുകിട സംരംഭങ്ങൾ പരാജയപ്പെടുന്നത് അവരുടെ കഴിവുകേട് കൊണ്ടോ അവരുടെ പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല. അവർക്ക് സാധാരണഗതിയിൽ വരുന്നത് പ്രൊക്യൂർമെന്റ് കോസ്റ്റ് കൂടുതലായിരിക്കും. അതായത് സാധനങ്ങൾ വാങ്ങുന്നതിന്റെ വില കൂടുതലായിരിക്കും മറ്റ് വലിയ സ്ഥാപനങ്ങളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ അവർക്ക് വിസിബിലിറ്റി കാണത്തില്ല. അതായത് ഞാൻ ഇങ്ങനെ ഒരു കടയുണ്ട്, അല്ലെ ഇങ്ങനെ ഒരു ആളുണ്ട് എന്ന് ഒരാവശ്യം വരുന്ന ആളിന്റെ മനസ്സിലത് വരണം എന്നല്ലേ കാര്യമുള്ളൂ. ആ ഒരു വ്യക്തിയുണ്ട്, അല്ലെ ഒരു സ്ഥാപനമുണ്ട്, അവിടെ ഇന്ന സാധനം അവൈലബിൾ ആണ്, അല്ലെ അവിടെ ഇന്ന ഓഫർ അവൈലബിൾ ആണ് എന്ന് ഒരു സാധനം വാങ്ങാനായിട്ട് നിൽക്കുന്ന ആളിന് പെട്ടെന്ന് ഓർമ്മയിൽ വരണം. അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഈ ഓർമ്മയിൽ നിൽക്കുക എന്ന് പറയുന്നത് എത്ര എണ്ണം എന്ന് വെച്ചാൽ, ഇനി ഓർമ്മയിൽ നിന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഇതിന്റെ വഴി തട്ടിപ്പിടിച്ച് പോകാനും വാങ്ങാനും ഒന്നും പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ ഒരു കട ഉണ്ടെന്ന് മനസ്സിലായാൽ തന്നെ പോകാൻ അങ്ങ് മടിക്കും. അപ്പം ശരിക്കും വിസിബിലിറ്റി വേണ്ട രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറുകിട കച്ചവടക്കാർക്കും സെയിൽസ് കിട്ടും. അല്ലെ അവര് കൊടുക്കുന്ന ഈ വലിയ കച്ചവടക്കാരൊക്കെ കൊടുക്കുന്ന വലിയ ഓഫറുകൾ പോലെ അതേ തരത്തില് ചെറുകിടക്കാർക്കും ഓഫറുകൾ കൊടുക്കാനും അത് സാധാരണ വാങ്ങുന്ന ആൾക്കാരിലേക്ക്, ഉപഭോക്താവിലേക്ക്
എത്തിക്കാനും ഉള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് ഈ ഗോ ഫോർ ഗ്രേറ്റ് ഓഫേഴ്സ് നമ്മൾ ഡിവൈസ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു യൂണിഫൈഡ് അഡ്വർടൈസ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതല്ലെങ്കിൽ ഒരു ലോക്കൽ ബിസിനസ് ആക്സിലറേറ്റർ എന്നുള്ള നിലയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പം ഞാൻ ഇതിന്റെ ഫൗണ്ടർ എന്നുള്ള നിലയിലാണ്, ഞാൻ ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയിലല്ല, ഞാൻ ഇതിന്റെ ഒരു ഫൗണ്ടറാണ്. പിന്നെ സ്റ്റിൽ ഐ ആം ആൻ അഡ്വക്കേറ്റ്. അപ്പൊ ഗോ ഫോർ ഗ്രേറ്റ് ഓഫേഴ്സ് നമ്മുടെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് സാധാരണക്കാരിലേക്ക് ഹെൽപ്ഫുൾ ആവുന്നത്? ഗോ ഫോർ ഗ്രേറ്റ് ഓഫേഴ്സ് എന്ന് പറയുന്നത് ഇതിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. നിങ്ങൾ നല്ല ഓഫേഴ്സിന് വേണ്ടി ശ്രമിക്കൂ എന്നുള്ളത് കൊണ്ട് ഗ്രേറ്റ് ഓഫർ എന്നുള്ളതിന്റെ ജിയും ഒയും ചേർത്ത് ജിയോ ഗോ അങ്ങനെയുണ്ട്. 2 സിഗ്നിഫിക്കൻസ് അതിന് ഉണ്ട്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓഫർ അല്ലെ ഒരു ഷോപ്പ് നമ്മൾ എന്നും യാത്ര ചെയ്യുന്ന വഴിയിലാണെങ്കിൽ ചിലപ്പോൾ അത് ശ്രദ്ധിക്കും. അതല്ലെങ്കിൽ നമ്മൾ ബസ്സിലോ കാറിലോ അല്ലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ കാഷ്വലി കണ്ടുപോകും. ഒരുപക്ഷെ നമുക്ക് വഴി അറിയില്ലായിരിക്കും, പരിചയമുള്ള സ്ഥലമായിരിക്കണമെന്നില്ല. അപ്പം നല്ല ഓഫറുകൾ ആണല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കും, പക്ഷെ നമുക്ക് ആക്സസ് ഇല്ലല്ലോ. സ്ഥലം ഏതാണെന്നറിയില്ല, ഷോപ്പ് ഏതാണെന്നറിയില്ല, ജസ്റ്റ് ഒരു ബോർഡ് കണ്ടു, ഒരു ഫ്ലാഷ് പോലെ കണ്ടു. ഇനിയും പത്രത്തിലാണെങ്കിലും നമ്മൾ പലപ്പോഴും കാണും ഓഫറുകളുണ്ട്. അതെ, അത് വലിയ സ്ഥാപനങ്ങളായിരിക്കും, അവർ ലക്ഷങ്ങൾ മുടക്കിയായിരിക്കും പത്രത്തിലൊക്കെ പരസ്യം ഇടുന്നത്. ഫസ്റ്റ് പേജൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ പേരെടുത്ത് പറയുന്നത് ശരിയല്ല, എന്നാലും നമ്മൾ കാണാറുണ്ടല്ലോ. ഹോം അപ്ലയൻസുകൾ, പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഉള്ള വൻകിടക്കാർ, ബിഗ് ജയൻസ് വലിയ രീതിയിൽ ലക്ഷങ്ങളും കോടികളും മുടക്കിയാണ് പരസ്യം ഇടുന്നത്. അപ്പോൾ ഒരു ചെറുകിടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രായോഗികമല്ല. അപ്പോൾ അവർക്ക് വിസിബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ മാർഗങ്ങൾ കണ്ടെത്തിയാലേ പറ്റൂ. കാര്യം അവർ വെക്കുന്ന ഒരു ബോർഡ് നമ്മൾ കാഷ്വലി ഒന്ന് കണ്ടുപോകുന്നു, കണ്ടെങ്കിലും നമുക്ക് അവിടെ തിരികെ എത്താനോ അല്ലെങ്കിൽ സാധനം വാങ്ങാനോ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ആണ് ഈ ചെറുകിടക്കാർക്ക് നമ്മൾ ഇത് എത്തിക്കുന്നത്. ഒരു ചെറുകിട സംരംഭകരെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സാർ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതെ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏത് ഭാഗത്തുള്ള ചെറുകിട സംരംഭകർക്കും ഇതിലൊരു ഭാഗമാവാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ ഇത് ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് കാര്യങ്ങൾ, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോഴും കേരളത്തിലാണ് ഇത്, എറണാകുളത്താണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലാണ് ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി അതിന്റെ ലോഞ്ചും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒരാൾക്ക് ചേരണമെങ്കിൽ അത് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏത് രീതിയിലാണ് അവർ ഇതിലേക്ക് ചേരേണ്ടത്? സിമ്പിൾ ഫോർമാലിറ്റിയാണ്. നമ്മൾ സാധാരണ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവരുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ്, അവരുടെ പ്രൊഡക്ട്സിന്റെ ഫോട്ടോ, അവരുടെ ഗൂഗിൾ ലൊക്കേഷൻ, അവരുടെ കോണ്ടാക്ട് അല്ലെ വാട്സാപ്പ് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സിമ്പിൾ ലോഗിൻ പ്രോസസ്സാണ്. അപ്പം നമ്മുടെ പ്രത്യേകത അത് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് ഇതിന്റെ ടെക്നോളജിയും മറ്റു കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത ഒരു സാധാരണക്കാരനായ ഒരു ചെറുകിട കച്ചവടക്കാരന് വളരെ സിമ്പിളായിട്ട് ലോഗിൻ ചെയ്ത് അവരുടെ പ്രൊഡക്ട്സ് ഫോട്ടോയും ഒക്കെ എടുത്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇടാം. അവർ വിസിബിൾ ആകും. അപ്പം അവർക്ക് ആ പ്രൊഡക്റ്റ് ഫോട്ടോ ഒക്കെ എപ്പോൾ വേണേലും മാറ്റി മാറ്റി ഇടുകയും ചെയ്യാം. അത് ഭയങ്കര അഡ്വാൻറ്റേജാണ്. കാര്യം അവര് നമ്മളിപ്പം പത്രത്തിലോ ടി വിയിലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വൺസ് ഇറ്റ് ഇസ് ഗിവൺ ഇറ്റ് ഇസ് ഗോൺ, കഴിഞ്ഞു. പിന്നെ നമുക്ക് കൺട്രോൾ ഇല്ല. ഇത് ഈ ചെറുകിട കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഈ ഷോപ്പ് ഉടമസ്ഥന് തന്നെ അവർക്ക് ഏത് പ്രൊഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതനുസരിച്ച് അവർക്ക് പ്രൊഡക്റ്റ് മാറ്റി മാറ്റി ഫോട്ടോ കൊടുക്കാൻ പറ്റും. ഓഫർ കൊടുത്തു, ആ പ്രൊഡക്റ്റ് കച്ചവടം നടന്നു തീർന്നു പോയി, സിംപ്ലി ആ ഫോട്ടോ മാറ്റിയിട്ട് അടുത്ത് ഇടാൻ പറ്റും. അപ്പം അവർക്ക് തന്നെ അവരുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ അവരുടെ പരസ്യത്തെ അല്ലെങ്കിൽ അവരുടെ വ്യൂവേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എത്ര പേര് ഇതിൽ കയറി പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാനുള്ള അനലിറ്റിക്സ് ഒക്കെ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കും ഭയങ്കര സന്തോഷമാണ്. അല്ലെ എന്റെ പ്രൊഡക്റ്റ് ഇത്രയും പേര് കണ്ടു. ഈ ഒരു സംവിധാനമൊന്നും മറ്റ് ഇതിലൊന്നും ഇല്ല നിലവിൽ. ഇപ്പൊ നമ്മൾ ടി വി പരസ്യങ്ങൾ കൊടുത്തു, അല്ലെ പത്രത്തിൽ പരസ്യം കൊടുത്തു, എത്ര പേർക്ക് കണ്ടു, നമുക്കിതിനൊന്നും യാതൊരു അനലിറ്റിക്സും കിട്ടുകയില്ല. അതാണ് വ്യത്യാസം. ഇപ്പൊ സാറ് ചെറുകിട വ്യവസായികൾക്ക് വേണ്ടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അവരൊരു താങ്ക് യു എന്ന നിലയ്ക്ക് ആ വ്യവസായികൾക്ക് സാറിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ? നമ്മളിപ്പം ആ നിലയിലേക്കൊക്കെ എത്തുന്നതേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ട് തന്നെ ഒരു
ഹാർഡ്ലി 2 months 2 മാസമൊക്കെ ആകുന്നതേ ഉള്ളൂ. അപ്പം അതിന്റെ മറ്റ് നിലയിലേക്ക് നമ്മൾ വ്യാപാരി വ്യവസായി സമൂഹം നമുക്ക് സപ്പോർട്ട് തരാം, അല്ലെങ്കിൽ അവർ നമ്മളോട് ആഭിമുഖ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്പെക്സ് ബോഡികൾ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മറ്റ് കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, അങ്ങനെയുള്ള അപ്പെക്സ് ബോഡികൾ നമുക്ക് ഇത് നല്ല പരിപാടിയാണ്, കുഴപ്പമില്ല, ഞങ്ങൾക്കൊക്കെ പ്രയോജനം ചെയ്യുന്നതാണ് എന്ന് ഒരു അപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ മറ്റു നിലയിൽ അവരുമായിട്ടൊക്കെ എങ്ങനെ നമുക്കൊരു ബിസിനസ് ലൈനപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻ എങ്ങനെ സാധ്യമാകും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയ അഡ്വർടൈസിങ് കമ്പനികൾക്ക് ഒരു വൺ ടൈം ആണ്, ഒരു വട്ടേ അവർക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നിന്ന് സാറിന്റെ വ്യത്യസ്തമാണ്. സാറ് തന്നെ പറഞ്ഞു ഈ സംരംഭകർക്ക് കയറി അതിൽ ചേഞ്ച് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. അപ്പം അതിന് സാർ എന്താ പറഞ്ഞു? അത് തന്നെയാണ് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മൾ വലിയൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് TV-യിൽ കൊടുക്കുക, പത്രത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഹോർഡിങ് വെക്കുക, അല്ലേ? റോഡ് സൈഡിലൊക്കെ വലിയ ഹോർഡിങ് വെക്കുക, പിന്നെ അതല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ നടത്തുക. ക്യാമ്പയിനൊക്കെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ്. ഈവൻ ദെൻ ട്രഡീഷണൽ മെത്തേഡ്സിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇതിൽ വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാള് ഒരു സാധനം അല്ലെങ്കിൽ ഒരു സേവനം ആഗ്രഹിക്കുന്ന സമയത്താണ് ആ കറക്റ്റ് സാധനം പോയി നോക്കുന്നത്, അതിന്റെ ഓഫർ എവിടെയുണ്ടെന്നുള്ളത്. നമ്മളിപ്പോ ഒരു ഷർട്ട് മേടിക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലേസർ മേടിക്കണം, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ മേടിക്കണം, അല്ലെ ഹോം അപ്ലയൻസ് ആയിക്കോട്ടെ, അല്ലെ ഇലക്ട്രോണിക്സ്, ഈവൻ മൊബൈൽ, അല്ലെ ഒരു കമ്പ്യൂട്ടർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് എവിടെ അവൈലബിൾ ആണ്, എല്ലാവരും ഓഫറാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പം ആ ഓഫർ എവിടെ കിട്ടും എന്ന് ചിന്തിക്കുകയല്ലാതെ ഇത് വലിയ റീകളക്ഷൻ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. ഈ പല കടകളിലും കാണും. പിന്നെ നമുക്ക് റീകളക്ഷൻ വരുന്നത് വലിയ ബിഗ് ജയൻസ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ചെറിയൊരു കടയൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല. കാര്യം അവന്റെ ആ കടയുടെ ഒരു മുഖം പോലും നമ്മുടെ മനസ്സിൽ പതിയത്തില്ല. അതേസമയം വലിയ പാർട്ടികളുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും, അല്ലേ? പിന്നെ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ മാളിൽ പോകാം. അതാകുമ്പോൾ അവിടെ ഓഫർ ഉണ്ടെന്നുള്ള ഒരു മുൻധാരണ നമുക്കുണ്ട്. അവിടെ മിക്കവാറും എല്ലാം ഓഫറിൽ കിട്ടുകയില്ലായിരിക്കും, അല്ലെ വില കൂടുതലായിരിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും മേടിക്കും. അതതിന്റെ വേറൊരു സൈഡ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഇതിലേക്ക് വരിക, നമുക്ക് ഓഫർ നിയർ ബൈ കിട്ടും, അല്ലെ അവിടെ പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ള ഒരു നിലയിലേക്ക് വരുമ്പോൾ കുറച്ച് ഗുണം ചെയ്യും അവർക്ക്. കാര്യം അവർക്ക് ഫുട്ഫോൾ കൂടുമ്പോൾ കച്ചവടം കൂട്ടാൻ പറ്റും. അപ്പൊ സാർ, ഈ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കസ്റ്റമേഴ്സ് ഇത് കണ്ടിട്ട് എങ്ങനെയാണ് സംരംഭങ്ങളിലേക്ക് എത്തുന്നത്? ഓൺലൈനാണോ, ഡയറക്റ്റ് ആയിട്ടാണോ? ഉപഭോക്താവ് എപ്പോഴും, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമുക്കിപ്പോ ഒരു ഓഫർ കണ്ടുപിടിക്കുന്ന ഒരു സംസ്കാരമാണ് നിലവിലുള്ളത്. ഇപ്പം നമ്മൾ വലിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആണെങ്കിലും ഓഫറിന്റെ ഒരു ദിവസം തന്നെ അങ്ങിടും, 24 hour ഓഫർ എന്നും പറഞ്ഞു. അതല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് ഇല്ലാത്ത ഒരു ഫെസ്റ്റിവൽ ഉണ്ടാക്കി അതിനൊരു ഓഫർ, ബിഗ് ബില്യൺ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ. അതുപോലെ തന്നെ ഈ മാളുകൾ എന്താ ചെയ്യുന്നത്? ഇല്ലാത്ത ഒരു സംഭവം, എന്നും എന്തെങ്കിലും ഫംഗ്ഷനാ, അവർക്ക് എന്നും എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ, പ്രാർത്ഥിക്കാൻ ഓരോ കാരണം, ഒരു പരസ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അവരൊരു റീസൺ കണ്ടുപിടിച്ച് അവിടെ ഇത് ചെയ്യും, ഒരു ഓഫർ അങ്ങ് സെറ്റ് ചെയ്യും. അപ്പോൾ എന്താ, എല്ലാവരും കൂടെ അങ്ങോട്ടങ്ങ് പോകും. അപ്പം ചെറുകിടക്കാര് ഇത് കണ്ടോണ്ടിരിക്കാനേ പറ്റും. അവര് കളത്തിൽ നിന്ന് ഔട്ടാകും. സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു പൊട്ടൻഷ്യല് നഷ്ടപ്പെടും, സെയില് കുറയും. സ്വാഭാവികമായിട്ട് അവർ കച്ചവടം നിർത്തിപ്പോകേണ്ട ഗതികേട് വരും. ഈ വളർന്നു വരുന്ന സംരംഭകർ ഈ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാവാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ എൻഡായി പോണത്. അത് 2-3 ഘടകങ്ങളുണ്ട് അതിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൊക്യൂർമെന്റ് കോസ്റ്റ് വളരെ കൂടുതലാണ് ഈ ചെറുകിട സംരംഭ ചെറുകിട ഷോപ്പുകൾക്ക്. അത് ഈ ബൾക്ക് ബൈയിങ്ങിന്റെ അഡ്വാൻറ്റേജസ് അവർക്ക് കിട്ടത്തില്ല. അവര് കൂടുതൽ സാധനം എടുത്ത് കൊണ്ട് സ്റ്റോക്ക് ചെയ്യാൻ അവർക്ക് സംവിധാനം കാണത്തില്ല. അത്രയും സാധനം ഒന്നിച്ച് കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം കാണുകയല്ല, അത്രയും വാങ്ങാനുള്ള ശേഷി കാണുകയല്ല, സാമ്പത്തികം. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ പ്രൊക്യൂർമെന്റ് കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പം ആ പ്രൊക്യൂർമെന്റ് കോസ്റ്റിലും വളരെ കുറച്ചാണ് ബിഗ് ജയൻസ്
ബൾക്ക് പ്രൊക്യൂർമെന്റ് നടത്തിയിട്ട് സാധനം മാർക്കറ്റിലേക്ക് ഡംപ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് വരുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും സാധനം വാങ്ങാനായിട്ടൊക്കെ കടകളിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഓൺലൈൻ പ്രൈസ് എന്താന്ന് നോക്കാറില്ലേ? ഹോം അപ്ലയൻസോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ ഒക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഓൺലൈനിൽ എന്താ വില, എന്നിട്ട് നമ്മൾ ചിലപ്പോൾ കടക്കാരനോട് അത് വെച്ച് ബാർഗെയിൻ ചെയ്യാറുമുണ്ട്. ചേട്ടാ ഇത് ഓൺലൈനിൽ ഇത്രയും വിലയില്ലല്ലോ, കാര്യം പാവത്തിന് അതിലും കൂടിയ വിലക്കാണ് വാങ്ങി വെച്ചേക്കുന്നത്. പിന്നെ എത്രമാത്രം ഡിസ്കൗണ്ട് അത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ടും നമ്മൾ പറയാവുന്ന ശരി ഞാൻ ഓൺലൈനിൽ മേടിച്ചോളാം. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് പകരം ഇവർക്ക് പ്രൊക്യൂർമെന്റ് കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു സംവിധാനവും ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ പിന്നെ ഒരു പ്ലാറ്റ്ഫോം റെഡി ആയിട്ടുണ്ട്, B2B ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം അത് പ്രൊക്യൂർമെന്റ് കോസ്റ്റ് കൂടുതൽ എന്നുള്ളത് ഒരു ഘടകം. രണ്ടാമത്തേതാണ് വിസിബിലിറ്റി. സെയിൽസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നും ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്നുള്ളതും വാങ്ങാൻ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്റ്റീവ് ബയർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടണം. ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽ മെറ്റീരിയലൈസ് ചെയ്യത്തുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സെയിലും മെറ്റീരിയലൈസ് ചെയ്യത്തില്ല. ചെയ്യുന്ന സന്ദർഭങ്ങളില്ല എന്നുള്ളതല്ല. നമ്മളിപ്പോ ഒരു പിന്നെ സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയാൽ ഒരു ഉദ്ദേശവും ഇല്ലാതെ സാധനങ്ങൾ വാരിയിടുന്നു. അത് വേറൊരു സിനാറിയോ. സാർ ഇപ്പം ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു, അപ്പം മറ്റ് പല പ്ലാറ്റ്ഫോമുകളായിട്ട് ഒരു കോമ്പറ്റീഷൻ വന്ന പോലെ സാറിന് ഫീൽ ചെയ്തു? ശരിക്ക് ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിലവിൽ കോമ്പറ്റീഷൻ ഇല്ല. ആരും തന്നെ നല്ല രീതിയിൽ ഈ പറഞ്ഞ ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ചെയ്യുന്ന ഒന്നും തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. ചെറിയ വളരെ മൈന്യൂട്ടായിട്ട് പിന്നെ 5-10 ഷോപ്പുകളൊക്കെ വെച്ച് അൺഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന വ്യക്തികൾ ഒക്കെ ഉള്ളതായിട്ട് ഇങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇ-കൊമേഴ്സ് അല്ല. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ലോക്കലൈസ്ഡ് ബിസിനസ് ആക്സിലറേറ്റർ, അതായത് നമ്മുടെ സാധാരണ ഗതിയിൽ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ ചെറിയ ടൗണുകളിൽ അല്ലെ വലിയ ടൗണുകളിൽ ഒക്കെ ഉള്ള സാധാരണ ഷോപ്പുകൾ, ഇടത്തരം അല്ലെ മീഡിയം ചെറുകിട അങ്ങനെയുള്ള ഷോപ്പുകൾക്ക് വിസിബിലിറ്റി കൂട്ടാനും അവർക്ക് കച്ചവടം വർദ്ധിപ്പിക്കാനും എന്നുള്ള ഒരു നിലയിൽ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം മറ്റ് ഇ-കൊമേഴ്സ് സൈറ്റുകളും ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പം ഒരു കോമ്പറ്റീഷൻ എന്നുള്ള കാര്യം വരുന്നില്ല. അത് വേറൊരു തലത്തിലുള്ള കാര്യമാണ്. ഞങ്ങൾ ഓഫ്ലൈനും ഓൺലൈൻ സെയിലിൻ്റെയും ഗുണങ്ങൾ ഏകോപിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് നിർവചിക്കാൻ ഞങ്ങൾ ഗോ ഫോർ ഗ്രേറ്റ് ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ വാങ്ങുന്നതിൻ്റെ ഗുണങ്ങളും ഉണ്ട്, ഓഫ്ലൈനിൽ കിട്ടുന്ന വാല്യൂസ്. അതായത് നമ്മളിപ്പം ഓൺലൈനും ഓഫ്ലൈനും തമ്മിൽ എടുക്കുമ്പോൾ ഹ്യൂമൻ വാല്യൂസ് കൂടുതൽ ഓഫ്ലൈനില്ല. നമ്മുടെ നാട്ടിൻപുറത്തുള്ള കടയല്ലേ നമ്മൾ സ്ഥിരം കയറുന്ന ഒരു കടയിൽ നമുക്ക് ആ ഒരു ബന്ധമുണ്ട് അല്ലേ? ഒരിക്കൽ കയറിയാൽ നമ്മൾ വീണ്ടും ആ കടയിൽ തന്നെ കയറും. അതിന്റെ കാര്യം എന്താ വെച്ചാൽ ആ ഹ്യൂമൻ വാല്യൂസ് എന്തുകൊണ്ട്, അല്ലെ നമ്മൾ ഒരു ദിവസം അല്ലെ നമ്മുടെ ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ല, അത് കുഴപ്പമില്ല സാറേ നാളെ മതി. പക്ഷെ ഓൺലൈനിൽ ഇതൊന്നുമില്ല, നടക്കില്ല അല്ലേ? അപ്പൊ ആ ഹ്യൂമൻ വാല്യൂസ് നമുക്ക് എപ്പോഴും ആഗ്രഹമുള്ള കാര്യമാണ്. ഓൺലൈനിൽ നമ്മൾ സാധനം വാങ്ങുമ്പോഴും നമ്മളോട് അവർ വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അപ്പം ആ ഒരു ഹ്യൂമൻ വാല്യൂസിന്റെ പിന്നെ ഒരു ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും വേണം. എന്നാൽ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഓൺലൈനിലെ അഡ്വാൻറ്റേജസ് ഓഫ്ലൈനിലെ സെയിലുമായിട്ട് കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന എന്തോ ഫീലാണോ അതാണ് ഗോ ഫോർ ഗ്രേറ്റ് ഓഫേഴ്സ് നൽകുന്നത്. ഒരു സാധാരണ വ്യവസായിയിലേക്ക് നമ്മൾ ഈ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് എത്തുന്നത്? അവർക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സാധാരണ വ്യവസായ ഷോപ്പ് നടത്തുന്ന ആള് എന്നുള്ള നിലയിലാണോ ഉദ്ദേശിച്ചത്? അതെ, സാധാരണ ഷോപ്പ് നടത്തുന്ന ആള് നമ്മൾ പല രീതിയിൽ ഉള്ള ക്യാമ്പയിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വ്യാപാരി സമൂഹം തന്നെ നമ്മുടെ ഇത് നല്ലൊരു പരിപാടിയാണ്, അവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് അവർ കാണുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഡൗൺലോഡ്സ് ഒക്കെ ഓർഗാനിക്കായിട്ട് കൂടുന്നുണ്ട്, ആൾക്കാർ അറിഞ്ഞ് അങ്ങനെ വരുന്നുണ്ട്. വേർഡ് ഓഫ് മൗത്ത്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് ജോയിൻ ചെയ്താൽ നല്ലതായിരിക്കും
എന്നൊക്കെ ആൾക്കാർ തമ്മിൽ പറയുമല്ലോ. അങ്ങനെ പിന്നെ ഉപഭോക്തൃ അല്ലെങ്കിൽ സാധനം വാങ്ങാൻ വരുന്നവർ സ്വാഭാവികമായിട്ടും ഓഫറുകളും ഡിസ്കൗണ്ടുകളും തപ്പുമ്പോൾ അതിൽ ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും ആ സ്ഥലത്ത് നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫറിൽ കിട്ടുന്ന ഷോപ്പിന്റെ ഗൂഗിൾ ലൊക്കേഷൻ ഉൾപ്പെടെ കിട്ടും. നല്ലൊരു പിന്നെ ആപ്പാണ് എന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഒരു സംസാരം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ സംരംഭകർക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം നല്ല ഒരു പ്ലസ് പോയിന്റ് ആണോ? തീർച്ചയായിട്ടും കേരളത്തിലെ നല്ല വ്യാപാരി സമൂഹത്തിനും ഉപഭോക്താക്കൾക്കും തീർച്ചയായിട്ടും ഒരു നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു ആപ്പാണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഓൺലൈനിലുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കമ്പാരിസൺ, നമുക്ക് കുറഞ്ഞ പ്രൈസിൽ സാധനം കിട്ടും എന്നുള്ളതാണ്. ഓഫ്ലൈനിലുള്ളത് ഹ്യൂമൻ വാല്യൂസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഓൺലൈനിൽ കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഓഫ്ലൈനിൽ സാധനങ്ങളുടെ വില കമ്പയർ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്കിപ്പം എറണാകുളത്ത് ഇരിക്കുന്ന നമ്മൾ എടപ്പള്ളി ഇരിക്കുന്ന ആള് തൃപ്പൂണിത്തുറയിൽ ഈ സാധനത്തിന് ഇത്ര രൂപ വിലക്ക് കിട്ടും, ഇതേ സാധനം ഇത്ര രൂപ വിലക്ക് കിട്ടും എന്ന് അറിഞ്ഞാൽ, ഇപ്പൊ വൈശാഖിന് അങ്ങനെ ഒരു കാര്യം മനസ്സിലായി, എടപ്പള്ളി നിൽക്കുന്നു, തൃപ്പൂണിത്തുറയിൽ ഈ സാധനത്തിന് 2000 രൂപ വില വ്യത്യാസമുണ്ട്, ഇതേ സാധനം തന്നെ എന്ന് പറഞ്ഞാൽ വൈശാഖ് തീർച്ചയായിട്ടും അവിടെ പോയി ആ സാധനം വാങ്ങും. ഈ പ്ലാറ്റ്ഫോം ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ ഗോ ഫോർ ഗേറ്റ് ഓഫേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യം വൈശാഖ് അറിയാനുള്ള സാധ്യത തുലവും കുറവാണ്, അല്ലേ? അപ്പൊ എന്തെങ്കിലും ഓഫർ അവര് പത്രത്തിൽ പരസ്യമിട്ടോ അതല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലോ എങ്ങനാനും വൈശാഖ് കണ്ടാല്, അല്ലെ വൈശാഖിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും പറഞ്ഞു തന്ന് അറിഞ്ഞാല് അത് വളരെ ചാൻസ് കുറവാണ്. അതേസമയം നമ്മുടെ ഈ മൊബൈല് ഉപയോഗിച്ച് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇടപ്പള്ളിയില് കിട്ടുന്നതിലും വില കുറച്ച് തൃപ്പൂണിത്തുറയിലുണ്ട്, അല്ലെ കലൂരുണ്ട്, അതല്ലെങ്കിൽ ആലുവ വരെ പോയാൽ ഇതിലും വില കുറവുണ്ട് എന്ന് മനസ്സിലായാല് ചിലപ്പോൾ നിങ്ങൾ ആലുവയ്ക്ക് പോകുന്ന വഴി എന്നാ അത് സാധനം അവിടെ നിന്ന് മേടിച്ചെടുപ്പോ. ഇനിയും വഴിയേറി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ കിടന്നും ട്രാഫിക് ബ്ലോക്ക് ആക്കും, അല്ലേ? വണ്ടിയാണെങ്കിലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നിരക്കി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കട കണ്ടുപിടിക്കണ്ടേ? നമ്മുടെ ഉദ്ദേശം അതാ. നമ്മൾ സൈഡിൽ നോക്കാൻ പറ്റത്തില്ല, നമ്മൾ ഈ കട പറ്റിയാണ് നടക്കുന്നത്. പുറകിൽ കൂടെ വരുന്ന വണ്ടിയോ മറ്റു വണ്ടിയോ നോക്കാൻ പോലും നമുക്ക് നേരമില്ല. ഇതിൽ ആ ഒരു കുഴപ്പമൊന്നുമില്ല. കാര്യം കൃത്യം ഗൂഗിൾ ലൊക്കേഷൻ ഉൾപ്പെടെയാണ് നമ്മൾ തരുന്നത്. ആലുവയ്ക്ക് പോകുന്ന വഴിക്ക് ആ കടയിൽ കയറി സാധനം മേടിച്ചുകൊണ്ട് പോകാനോ, അതല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ എന്തേ വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇന്ന സാധനമാണ് വേണ്ടത്, അല്ല അവരുമായിട്ട് സംസാരിച്ച് അത് കണ്ടു, ഓക്കെ അന്ന് പാക്ക് ചെയ്തോ, ഞാൻ എന്തേ വന്ന് ഇപ്പൊ എടുത്തോളാം, കാര്യത്തിന്റെ തീരുമാനമുണ്ട്. അതാണ് ഇതിന്റെ വ്യത്യാസം. വലിയ വ്യവസായികള് ഈ വലിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് സാറിന് ഇതിലേക്ക് കൺവേർട്ട് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവില്ല? ഇത്ര ഞങ്ങള് വലിയ ഷോപ്പുകൾക്ക് വേണ്ടി ഉള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ചെറുകിടക്കാരെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ചെറുകിട അല്ലെങ്കിൽ ഈ റീറ്റെയിൽ ഇക്കോസിസ്റ്റം നിലനിർത്തുക നമുക്ക് നമ്മുടെ ഇക്കോണമിയുടെ ഒരു ആവശ്യമാണ്. എത്രയോ ആൾക്കാർ അതുകൊണ്ട് ജീവനമാർഗമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൺവേർട്ടായി വരുമ്പം അവർ അപ്പൊ വലിയ സംരംഭകരാണെങ്കിൽ സാർ എന്തോ മീൻസ് ആ പ്ലാറ്റ്ഫോം എന്താ? വലിയ സംരംഭകർക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത് ബേസിക്കലി. ഇപ്പോഴ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ചെറുകിട സംരംഭങ്ങള് മുന്നോട്ട് പോകണം, റീറ്റെയിൽ ഇക്കോസിസ്റ്റം നിലനിർത്തണം, അതിനുവേണ്ടി വേണ്ട ഹെൽപ്പ് ഈ ചെറുകിടക്കാർക്ക് ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വി ആർ നോട്ട് ഡൂയിങ് എനി ചാരിറ്റി. നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും, പക്ഷെ ഞങ്ങളൊരു ചെറിയ എമൗണ്ടിനാണ് ഇത് ചെയ്യുന്നത്. വളരെ നിസ്സാര എമൗണ്ടിനാണ്. നമ്മൾ ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം 50 രൂപ അടുത്താകും നല്ലൊരു ചായ കുടിക്കണേ, അല്ലേ? 50 രൂപ പോലും ഇല്ല ഡെയിലി ഇതിന് നമുക്ക് വരുന്ന ചെലവ്. ഇനിയിപ്പം ഫ്യൂച്ചറിലേക്ക് വരുമ്പം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ആയിരിക്കും എല്ലാ വ്യവസായങ്ങളും നടക്കുക. അതിന് സാർ എങ്ങനെയായിരിക്കും കാണുന്നത്? എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഭാവിയിൽ ഇതേ രീതിയിൽ തന്നെ ആകും കാര്യങ്ങൾ പോകാനെന്നുള്ളത്. നമ്മൾ ഒരു 20 വർഷം മുമ്പോ 30 വർഷം മുമ്പോ ഇപ്പോഴത്തെ ഒരു സിനാറിയോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരു കടയ്ക്കകത്ത് കയറി സാധനം എടുക്കാമെന്നോ, അല്ലേ? പഴയ ഇപ്പൊ വൈശാഖിനൊന്നും ഓർമ്മയില്ലായിരിക്കും. പഴയ ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ നമ്മൾ കടയ്ക്ക് പുറത്തു നിന്നാണ് സാധനം വാങ്ങുന്നത്. അവര് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ വിലയൊന്ന് കമ്പയർ ചെയ്യാൻ നമ്മൾ സൈക്കിൾ എടുത്തോ അല്ലെ ഓട്ടോ പിടിച്ചോ 3-4 കിലോമീറ്റർ അപ്പുറമുള്ള കടയിൽ ചെന്ന് അന്വേഷിക്കണം. ചെറിയ വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ എഫേർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കടയിൽ നിന്ന് തന്നെ സാധനം മേടിക്കും.
പണ്ടത്തെ കാലത്ത് വില വ്യത്യാസം അല്ലെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് സാധനങ്ങൾ നമ്മൾ ഏത് കടയിലാണോ ചെല്ലുന്നത് ആ കടയിൽ നിന്ന് കിട്ടുന്ന വിലയ്ക്ക് അങ്ങ് മേടിക്കുക, അതായിരുന്നു പണ്ടത്തെ രീതി. ഇപ്പൊ അത് മാറി. ഇപ്പൊ എല്ലാവരും കടയിൽ ചെന്ന് നിന്ന് അന്നേരം തന്നെ കമ്പയർ ചെയ്യും. അപ്പം ആ ഒരു സിനാറിയോ വന്ന് നമ്മൾ അന്ന് ഒട്ടും ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കൊമേഴ്സ് ശരിക്കും പ്രൊഡോമിനന്റ് എന്ന് പറയാം. ഭയങ്കര ആധിപത്യമായി ഈ കൊമേഴ്സിന്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് മാറിക്കൂടാന്നൊന്നുമില്ല. ഇപ്പൊ തന്നെ ബ്ലിങ്കിറ്റ് അല്ലെ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവര് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോറിങ്ങും അങ്ങനെയൊക്കെ വീണ്ടും അതിലേക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഏത് രീതിയിൽ വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഹ്യൂമൻ വാല്യൂസ്, ആ ട്രസ്റ്റ്, ആ ഒരു ഇന്റിമസിയിൽ നമ്മളൊരു സാധനം വാങ്ങുമ്പം അല്ലെ ആ കച്ചവടക്കാരനും അല്ലെ ആ ഉപഭോക്താവും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ബന്ധം, അത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇനിയും വേറെ സംവിധാനമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് സസ്റ്റെയിൻ ചെയ്യും. അപ്പൊ അത് കീപ്പ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം? തീർച്ചയായിട്ടും. അപ്പം ഒരു 5 വർഷത്തിന് ശേഷം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വലിയ വ്യവസായികളെ ഉൾപ്പെടുത്തും, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ? കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, സിസ്റ്റംസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇക്കോണമി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 5 വർഷത്തെ നല്ല ഒരു 6 മാസത്തെ പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അപ്പം ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. നിലവില് വലിയ കച്ചവടക്കാർക്കൊക്കെ അവരുടേതായ സമ്പ്രദായങ്ങളുണ്ട് വിസിബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട്. ട്രഡീഷണൽ ആയിട്ടോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റു ഡിജിറ്റൽ മാർഗങ്ങളൊക്കെ ആവശ്യം പോലെ ഉണ്ട് വലിയ കച്ചവടക്കാർക്ക്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ ഡെയിലി 50 രൂപ താഴെയുള്ള ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് വലിയ താല്പര്യം തന്നെ വരത്തില്ല. ഇക്കണോമിക്കലാണ്, പക്ഷെ അവർക്ക് അവരുടേതായ ആ സിസ്റ്റത്തിൽ മുന്നോട്ട് പോകാനായിരിക്കും താല്പര്യം. പിന്നെ വേറെ ഇതിനകത്തുള്ള ഒരു കാര്യം, നമ്മൾ ചെറുകിടക്കാർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, സിസ്റ്റം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരുപക്ഷെ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാർ, നമ്മുടെ ഈ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തപ്പോ ഏറ്റവും നേരിട്ട പ്രതിസന്ധി പ്രശ്നം എന്തായിരുന്നു? ശരിക്കും ഇത് ഒരു പുതിയൊരു കൺസെപ്റ്റ് എന്നുള്ള നിലയിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ആൾക്കാർ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇതെന്നല്ല, ഏത് പുതിയ പരിപാടിയുമായിട്ട് വന്നാലും അത് ഉൾക്കൊള്ളാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ സംരംഭകർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് സാർ മനസ്സിലാക്കിയല്ലോ, അതെങ്ങനെയായിരുന്നു? അത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ നമ്മുടെ ക്ലയൻസിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. നമ്മൾ നിയമം പഠിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ പോലും ചില ക്രൂഷ്യലായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ, ചില പ്രത്യേക കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ ബിസിനസ്സിൽ ഇങ്ങനെ ഒരാള് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു, പരമ്പരാഗതമായിട്ട് നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിന് കച്ചവടം ഇല്ല, എല്ലാ കാര്യവും ഒരേ രീതിയിൽ പോകുന്നു, പക്ഷെ സർവൈവ് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് വളരെ കുറവ്, ക്യാഷ് ഫ്ലോ കുറവ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരികിൽ വന്ന് പരാതി പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഴയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്ത് പരിശോധിക്കുന്നു, നിലവിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കും. അപ്പം സാഹചര്യത്തിനനുസരിച്ച് അവർ ചേഞ്ച് ആകുന്നില്ല, അവര് നമ്മുടെ മൊത്തത്തിലുള്ള ബിസിനസ് ട്രെൻഡിനനുസരിച്ച് അവർ മാറാൻ തയ്യാറാകുന്നില്ല. മാറ്റം ഉൾക്കൊള്ളാത്തത് കൊണ്ട് പരാജയപ്പെടുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അവർ മാറ്റം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അതല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനുള്ള ആൾക്കാർ ന്യൂ ജനറേഷൻ ഒന്നും കാണുകയില്ല. നെക്സ്റ്റ് ഇതിലുള്ള അവരുടെ മക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സക്സസേഴ്സ് ആയിട്ട് വരുന്നവരൊന്നും ഇതിന് വലിയ താല്പര്യം കാണുകയില്ല. പിന്നെ കൂടുതൽ ടെക്നോളജി പഠിച്ചെടുക്കാനൊന്നും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പറ്റില്ല. പിന്നെ ഇതിലൊക്കെ വലിയ ഭീകരമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്, മൈൻഡ് സെറ്റ്. ഞങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ട്, ഞങ്ങൾക്ക് സ്ഥിരം റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്, അപ്പം അത് മതി, ഇനിയിപ്പം ഇങ്ങനെ പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട് എന്ന് ഉള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണ് ഈ കൂടുതൽ ബുദ്ധിമുട്ട് വന്നേക്കുന്നത്. കാര്യം അവർ ചേഞ്ച് ആകാൻ ഒട്ടും തയ്യാറാകത്തില്ല. അപ്പം ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചേഞ്ച് ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്കാണ് പരാജയം കൂടുതൽ വന്നിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിലുമാണ് ഈ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിരിക്കുന്നത്.
അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു സാധനം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു ഐപാഡ് ആയിക്കോട്ടെ, അതല്ല ഒരു ഫോൺ ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് എവിടെ ഓഫറിൽ കിട്ടും എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹവും ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഈ ഓഫറുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഏത് അത് ഓഫറുകൾ അതാത് കടക്കാരുടെ ധാരണയാണ്. പിന്നെ അതിനെക്കുറിച്ച് അറിയില്ല, എങ്ങനെ ഇത് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് എടുത്തു കൊടുക്കാനും തയ്യാറാണ്. ഞങ്ങളുടെ രീതിയിൽ വരുന്ന ഈ ബിസിനസ് രക്ഷപ്പെടണം എന്ന് കരുതി അല്ലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഹെൽപ്പ് ചെയ്യണം, അല്ലെ ഓഫർ എങ്ങനെ സെറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആയിരിക്കും ഈ ഓഫറുകളൊക്കെ? തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമാണല്ലോ. ഓഫറും ഡിസ്കൗണ്ട് എന്ന് പറയുന്നതല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, ഓഫറാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. കാര്യം ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോകുന്ന, ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് നമുക്ക് ഇത്ര സെയിൽ കിട്ടണം, അല്ലെ നമുക്ക് ഇത്ര ടേൺ ഓവർ, അല്ലെ ഇത്ര മാർജിൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓഫറുകൾ ഇടുന്നത്. ഓഫറുകൾ പലപ്പോഴും കച്ചവടക്കാരന് നഷ്ടം ഉണ്ടാകത്തില്ല. കാര്യം കാൽക്കുലേറ്റഡാ, അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ച് സെറ്റ് ചെയ്യുന്ന. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് സ്പോട്ടാ, ചിലപ്പം മുതലേന്ന് പോകും, യാതൊരു ധാരണയും ഇല്ലാത്ത ബാർഗെയിനിങ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഡിസ്കൗണ്ട് എന്നുള്ളതിലുപരി ഓഫറുകൾക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. കാര്യം നിലനിൽപ്പിന്റെ ആവശ്യം ആണ്, എന്നാൽ സെയിൽസ് വർദ്ധിപ്പിക്കുകയും വേണം. അപ്പൊ അറിയാൻ വയ്യാത്തവർക്ക് ഞങ്ങൾ അത് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ തന്നെ കൊടുക്കും. ഞങ്ങളുടെ ടീമിൽ അതിനുള്ള ആൾക്കാരുണ്ട്. ഈ ഓഫറും ഡിസ്കൗണ്ടും നമ്മൾ വ്യത്യസ്തമാണ്. നമുക്ക് സാധാരണ ഒരു തോന്നലുണ്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്ന് തന്നെ, പൈസ ലാഭത്തിൽ സാധനം കിട്ടുക. ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഓഫറും ഡിസ്കൗണ്ടും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇത് രണ്ടും രണ്ടാം. ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ട്, അല്ലെ ഒരു ഇത്ര സെയിൽ അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മളൊരു പർപ്പസ് മുന്നേ വെച്ചിട്ടാണ് ഓഫർ മുൻകൂട്ടി സെറ്റ് ചെയ്യുന്നത്, അല്ലേ? നമുക്കൊരു പർപ്പസ് കാണും. ഓഫറും ആയിട്ട് കണക്ട് ചെയ്ത പർപ്പസ് എന്ന് പറയുന്നത് യൂഷ്വലി ഇൻക്രീസ്ഡ് സെയില്, അതല്ലെങ്കിൽ കുറച്ച് പിന്നെ എന്താ ഇമ്മൊബൈലായിട്ട് മൂവിങ് അല്ലാത്ത നോൺ മൂവിങ് ആയിട്ടുള്ള സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് വിടുക, അല്ലെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഫ്ലോ കൂട്ടുക, അതല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് വാങ്ങുക. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ക്വാണ്ടിറ്റി അധികം വിൽക്കേണ്ട സാഹചര്യം, അല്ലെ കുറച്ച് സെയിൽസ് വോളിയം ഉണ്ടാക്കേണ്ട സാഹചര്യം. ദർ ഇസ് എ പർപ്പസ്. ഓഫറുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഒരു പർപ്പസ് കാണും. അപ്പൊ ഇത് ഒരിക്കലും ഒരു നഷ്ടത്തിൽ കലാശിക്കുന്ന കാര്യമല്ല. കാര്യം ഇത് പർപ്പസുമായിട്ട് ലിങ്ക് ചെയ്താണ്. ആ പർപ്പസ് എന്ന് പറയുന്നത് എപ്പോഴും ലാഭമോ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റോ കണ്ടിട്ടുള്ളതായിരിക്കും ഓൾവേസ്, അല്ലേ? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതല്ല. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് വന്നു, വൈശാഖ് എൻ്റെ അരികെ വരുന്നു, അല്ല ഞാൻ വൈശാഖിന്റെ അരികെ വരുന്നു, വൈശാഖ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രൈസിൽ നിന്ന് വൈശാഖ് ഞാൻ 500 രൂപ തരാം, വൈശാഖ് 1000 രൂപ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് വൈശാഖിന്റെ കണക്കൂട്ടൽ എല്ലാം വെച്ചിട്ടാണ്. ഞാൻ പറയാം ഞാൻ ഒരു 1000 രൂപ തരാം. വൈശാഖ് ആകെ വിഷമത്തിലാകുന്നു, സാറേ അത് ഞാൻ ഒരു 900 രൂപയ്ക്ക് തരാം. അതെ, എഗെയിൻ ഞാൻ ബാർഗെയിൻ ചെയ്യുന്നു. വൈശാഖ് അത് ഒത്തിരി കൂടുതലല്ല, അത് ഓൺലൈനിൽ ഇത്രയും അല്ലേ ഉള്ളൂ. വൈശാഖ് ഇനി എന്തെങ്കിലും ആയിട്ട് രാവിലെ വന്ന് ഒരു കച്ചവടം ഇതുവരെ നടന്നില്ല, എന്നാ ഇനി ഉള്ളതാട്ട് സാർ ഒരു 750 രൂപയ്ക്ക്, എനിക്ക് എന്റെ മുതല കിട്ടത്തില്ല, എന്നാലും ആയിക്കോട്ടെ 750 രൂപയ്ക്ക് സാറിന് ഞാൻ തരാം. ചിലപ്പോൾ ഞാൻ അങ്ങ് എടുക്കും, അല്ലേ? അതാണ് ഡിസ്കൗണ്ട്. എന്താ സംഭവിച്ചത്? മുതല് അല്ലെ നിങ്ങൾക്ക് കിട്ടേണ്ട 250 രൂപ പോയി. മറ്റേതിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അതാണ് വ്യത്യാസം. അപ്പൊ ഈ ചെറുകിട വ്യവസായികൾക്ക് ഇപ്പോഴും നമ്മളെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവും ഉൾപ്രദേശങ്ങളിലേക്ക്. അപ്പം അവരിപ്പോ ഇതിനോട് വിയോജിപ്പ് കാണിക്കുകയാണെങ്കിൽ സാർ എന്താണ്? നമ്മള് ശരിക്കും ഉൾപ്രദേശങ്ങളിൽ ഇതിന്റെ ഒരു പ്രയോജനം അധികം ഉണ്ടാകുകയല്ല. അർബൻ ഏരിയ അല്ലെ സെമി അർബൻ ഏരിയയിലാണ് ഇതിന്റെ കൂടുതൽ പ്രയോജനം. പ്രദേശങ്ങളിൽ പ്രയോജനം ഉണ്ടാകും. കാര്യം അവരൊക്കെ ടൗണിലേക്കൊക്കെ വന്ന് സാധനം മേടിക്കുന്ന സമയത്തൊക്കെ പ്രയോജനം ഉണ്ടാകും. അങ്ങനെ പിന്നെ ഒരു റൂറൽ ഏരിയയിലുള്ള ഷോപ്പുകളെ നമ്മുടെ ഇത് ബാധിക്കുകയില്ല. കാര്യം അവർക്കും ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അവരിതെടുക്കാൻ വേണ്ടി സാർ അതൊക്കെ അവര് സ്വമേധയാ വന്നു കഴിഞ്ഞാൽ നമ്മൾ അല്ല നമ്മളായിട്ട്
പ്രൊമോഷന് വേണ്ടി പിന്നെ റൂറൽ ഏരിയ സെലക്ട് ചെയ്യാറില്ല. ഇല്ല. നമ്മുടെ അപ്പൊ ഇതിനോട് strategy ഇൻട്രസ്റ്റ് ഉണ്ട്, എടുക്കണം. പക്ഷെ ഇതിനെ കുറിച്ച് അറിയില്ല, എന്താണ് എന്ന് അറിയില്ല. അപ്പം അവരിലേക്ക് സാർ എന്താ പറയുന്നത്? ഇതിനെക്കുറിച്ച് അറിയാത്തവരിലേക്ക് അറിയിക്കുക, എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. അത് കാര്യം നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്നുള്ളത് പല ആൾക്കാരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയാണ്. അതല്ലെങ്കിൽ അതൊരു ബിസിനസ് ടാറ്റിക്സ് എന്ന് വേണേൽ പറയാം. അതല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അത് സ്ഥാപനത്തിൽ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ട്, അവരതൊക്കെ ചെയ്യുന്നു. അതൊന്നും എൻ്റെ ഭാഗമല്ല. ആസ് എ ഫൗണ്ടർ ഇത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എക്സിക്യൂഷനാണ്. അതിന് ഉള്ള ടീം അത് അവർ ചെയ്യുന്നുണ്ട്. സാറിന് ഒരു ബിസിനസിനെ കുറിച്ച് ഇത്ര അറിവുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഒരു യുവാക്കൾ, ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് എന്താണ് സാർ ഒരു അഡ്വൈസ് കൊടുക്കുന്നത്? ഞാൻ ബിസിനസ് തുടങ്ങുന്ന യുവാക്കളോടൊന്നല്ല, എല്ലാവരോടും പറയുന്നത്, യു മസ്റ്റ് ബി യുവർ ഫസ്റ്റ് സെയിൽസ്മാൻ. നിങ്ങളുടെ ആദ്യത്തെ സെയിൽസ്മാൻ നിങ്ങളായിരിക്കണം. അത് പഠിച്ചതിന് ശേഷം മാത്രം ഏത് ബിസിനസ്സിനും ഇറങ്ങിയാൽ മതി. നിങ്ങൾ വലിയ ലോയർ ആയിരിക്കാം, അല്ലെ നിങ്ങൾ വലിയ പിന്നെ മാനേജ്മെന്റ് വിദഗ്ധനായിരിക്കാം, നിങ്ങൾ ഭയങ്കര എഞ്ചിനീയർ ആയിരിക്കാം, ഭയങ്കര ടെക്നീഷ്യൻ ആയിരിക്കാം, ഹൂർ യു ആർ, നിങ്ങൾ നല്ലൊരു സെയിൽസ്മാൻ ആകാൻ ഉള്ള മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടാക്കുക. നിങ്ങൾ നല്ലൊരു സെയിൽസ്മാൻ ആകുക. ദെൻ ഗോ ഫോർ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എങ്ങനെ വേണം എന്നുള്ളത് പഠിക്കുക. എഗെയിൻ കം ടു സെയിൽസ്. ഫസ്റ്റ് യു ലേൺ ഹൗ ടു സെൽ, ദെൻ സ്റ്റഡി മാർക്കറ്റിംഗ്, ദെൻ കം ആൻഡ് സെൽ, എന്നിട്ട് പോവുക. കാര്യം എന്താ വെച്ചാലേ, സെയിൽസ് എങ്ങനെയാണ് ഇത് വിൽക്കണം എന്നുള്ളത് പഠിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഇതാര് വാങ്ങും, അവനെ കൊണ്ട് എങ്ങനെ വാങ്ങിപ്പിക്കണം എന്നുള്ളത് മാർക്കറ്റിങ്ങിൽ വളരെ വലിയൊരു ഘടകമാണ്. അപ്പം സെയിൽസ് പഠിച്ചിട്ട് അതിനനുസരിച്ച് വേണം മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഫിക്സ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ആ സ്ട്രാറ്റജികളൊക്കെ വെച്ച് വേണം സെയിൽസ് ഇഫക്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വരാൻ. മറ്റ് എത്ര നോളജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ രണ്ട് കാര്യങ്ങൾ അറിയില്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സർവൈവ്. അതുകൊണ്ട് പുതിയ ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നവർ ഇതാ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് അതാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്. ഈ അഡ്വർടൈസിങ്ങിലൂടെയും പ്ലാറ്റ്ഫോമിലൂടെയും മാത്രം ബിസിനസ് സക്സസ്ഫുൾ ആകും? അഡ്വർടൈസിങ്ങും ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം സെയിൽസ് പഠിക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒരു ഘടകമാണ്. എന്നാൽ പോലും ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ എങ്ങനെ വിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം അതുകൊണ്ട് മാത്രം നമുക്ക് അധികം കച്ചവടം കിട്ടണമെന്നില്ല. മാർക്കറ്റിംഗ് നല്ലതായി അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് നല്ലതായി, അങ്ങനെ എത്രയോ സംരംഭങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. വലിയ ഭീകരമായ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്ത് കോടിക്കണക്കിന് പൈസ മുടക്കിയിട്ട് നിലം തൊടാതെ പൊട്ടിപ്പോയ സ്ഥാപനങ്ങൾ ആവശ്യം പോലെയാണ്. സാർ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് കേട്ടോ, അതെന്താ? ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ റീറ്റെയിൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ബുക്കിന്റെ പണിപ്പുരയിലാണ്. അത് ഉടൻ തന്നെ റിലീസാകും. അപ്പം എല്ലാ കടകളും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അപ്പം അവരെങ്ങനെയായിരിക്കും ഇതിൽ ആഡ് ചെയ്യുന്നത്? അത് ഒരു നല്ല ചോദ്യമാണ്. കാര്യം ഓഫറുകൾ ഇല്ലാതെയും കച്ചവടം നടത്തുന്ന ഷോപ്പുകൾ ധാരാളം ഉണ്ട്. കച്ചവടം എന്ന് പറയുന്നത് ശരിക്കും അത് കുറച്ച് ടാക്ടിക്കലൂടെ നമ്മള് കടയിൽ ചെന്ന് കയറുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഫുട്ഫോൾ അല്ലെ വിസിറ്റ്. അത് നമ്മളവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെയിൽസ്മാന്റെ കഴിവാ നമ്മളെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കുക എന്നുള്ളത്. അത് അവർ ചെയ്യും. അതിനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമായിരിക്കും. അതാണ് അവരുടെ തൊഴിൽ. അതുകൊണ്ട് നല്ല സമർത്ഥമായിട്ട് അവരത് കൈകാര്യം ചെയ്യും. ഇത് നമ്മൾ കണ്ടിട്ടില്ലേ, സർവായിരിക്കെ അല്ലെ ഒരു വെള്ളമൊക്കെ തരും, അല്ലെ നമ്മളെ അത് അതിലേക്ക് കൂടുതൽ പറയണ്ടല്ലോ. അപ്പം ഓഫറുകൾ ഉണ്ടെങ്കിൽ ആൾക്കാര് കടയിലേക്ക്, നിങ്ങളുടെ ഉപഭോക്താക്കൾ കടയിലേക്ക് വന്ന് കൂടുതൽ സന്ദർശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഓഫറുകൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കച്ചവടം കാണും. എത്രയോ ഷോപ്പുകളുണ്ട്, ഫിക്സഡ് പ്രൈസ് ഷോപ്പുകളുണ്ട്, അവർക്കും കച്ചവടമുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഈ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് അല്ലെ ഒരു പിന്നെ ബിസിനസ് സ്റ്റാറ്റിക്സ് എന്നുള്ള നിലയിൽ ഓഫറുകൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കൂടുതൽ എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്.
അത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ രീതിയും. എല്ലാവരും ഓഫറിന്റെ പുറകെ അല്ലേ. നമ്മൾ ബിഗ് ബില്യൺ ഡേയ്സ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പേ സംസാരിച്ചല്ലോ. കൂടുതൽ ആൾക്കാർ കൂടുതൽ ഓഫറുകൾ എവിടെയുണ്ടെന്നുള്ളത് ആ ഒരു പരക്കം പാച്ചിലാണ്. മാളുകളിലൊക്കെ ആണെങ്കിലും കൂടുതൽ ആൾക്കാർ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണവും ഇത് തന്നെയാണ്. അപ്പം ഫോണ് തന്നെ ഒരു മാളിന്റെ ഗുണം ചെയ്യുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തിരക്കിനിടയിൽ മാളുകളിലേക്കൊക്കെ ആള് അധികം പോകുകയെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ നിരവധി പ്ലാറ്റ്ഫോം ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഗോ ഫോർ ഗേറ്റ് ഓഫ് ഇത് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഫ്ലിപ്കാർട്ട്, ആമസോണ് അല്ലെ മീഷോ ഇതൊക്കെ ശരിക്കും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. അതിന്റെ ടെക്നിക്കൽ ടൈം എന്ന് പറഞ്ഞാൽ സെല്ലർ അഗ്രഗേറ്റർ എന്ന് പറയും. അപ്പം നമ്മൾ ശരിക്കും ഇ കൊമേഴ്സ് അല്ല. ഗോ ഫോർ ഗ്രേറ്റ് ഓഫേഴ്സ് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം അല്ല. നമ്മൾ ലോക്കലായിട്ടുള്ള ഷോപ്പുകളുടെ ഓഫേഴ്സ് അല്ലെ ഷോപ്പുകൾക്ക് വിസിബിലിറ്റി കിട്ടാനായിട്ട്, അതല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഷോപ്പുകളിലെ വിലകൾ അല്ലെ പ്രൊഡക്റ്റുകൾ തമ്മിൽ താരതമ്യം ചെയ്യാനായിട്ട് ഉതകുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂണിഫൈഡ് അഡ്വർടൈസ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരു ഹൈപ്പർ ലോക്കൽ ബിസിനസ് ആക്സിലറേറ്റർ എന്നുള്ള രീതിയിലും വേണേൽ നമുക്ക് ഗോ ഫോർ ഗ്രേറ്റ് ഓഫേഴ്സിനെ നിർവചിക്കാം. രണ്ടും വ്യത്യസ്തമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഓൺലൈൻ സെയിലിന്റെയും ഓഫ്ലൈൻ സെയിലിന്റെയും അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്യാം. ഈ ബിസിനസ് നെറ്റ്വർക്കിങ്ങും കൊളാബറേഷനും കൂടെ എങ്ങനെയാണ് ഇതിൽ നമുക്ക് മിക്സ്ഡ് ആവുക? ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം പിന്നെ വ്യാപാരി സമൂഹവുമായിട്ടൊക്കെ നമുക്കൊരു നെറ്റ്വർക്കിംഗ് ആകാൻ പറ്റും. അതല്ലെങ്കിൽ വ്യവസായികളുമായിട്ട് നമുക്കൊരു നെറ്റ്വർക്കിംഗ് ആകാൻ പറ്റും. പിന്നെ ഇങ്ങനെ ചെറുകിട കച്ചവടക്കാർ, ഇത് ടെക്നോളജി അധികം അഡോപ്ഷന് ഇല്ലാത്തവര് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയില്ലാത്തവര് വളരെ സിമ്പിളായിട്ട് അവർക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടും സംഘടനകളുമായിട്ടൊക്കെ നമുക്കൊരു ടൈപ്പ് ആകാം, നെറ്റ്വർക്കിംഗ് ആകാം. കാര്യം ഇന്നത്തെ കാലത്ത് നെറ്റ്വർക്ക് ഈസ് ദ നെറ്റ് വർത്ത് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ കൊളാബ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലം അതാണല്ലോ. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെ ഒരു സ്ഥാപനം നമ്മളുമായിട്ട് കൊളാബ് ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ചാൻസുകളൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കും. ഈ നമ്മുടെ ഗോ ഫോർ ഗേറ്റ് ഓഫീസ് പ്ലാറ്റ്ഫോം ഏതൊക്കെ രീതിയിലുള്ള സംരംഭകർക്കാണ് ഇപ്പം ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് ഷോപ്പ് സർവീസുകളും പറ്റും. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പ്രൊഡക്റ്റ് മാത്രമല്ല, ഈവൻ സർവീസുകളും പറ്റും. നമുക്ക് പിന്നെ പല സർവീസുകളും ഓരോ ദിവസവും ആവശ്യമായിട്ടുള്ളതുണ്ട്. വീടുകളിലാണെങ്കിലും ഇപ്പൊ ഇലക്ട്രിക്കൽ വർക്കിനുള്ളത്, പ്ലംബിങ്ങിനൊക്കെ ഉള്ളത്. ഇപ്പൊ നിലവിൽ അതൊന്നും ഞങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്കൊരു ഡ്രൈവറെ വേണം, അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സർവീസസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ ഏത് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിപ്പം ഓഫർ സെറ്റ് ചെയ്തോ ഓഫർ സെറ്റ് ചെയ്യാതോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിസിബിലിറ്റി വേണോ, യു ക്യാൻ കം ടു അസ്. അതാണ് ഞങ്ങൾ പറയുന്ന കാര്യം. 24/7 നിങ്ങൾക്ക് വിസിബിലിറ്റിയാണ് ഞങ്ങൾ തരുന്നത്. അപ്പം അതിന് പറ്റുന്ന എന്ത് സംവിധാനമോ അല്ലെ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപഭോക്താവിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിലെ ഏത് ഭാഗത്ത് നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ? നമ്മളിപ്പം കേരളത്തില് എല്ലാ ഭാഗത്തു നിന്നും നമുക്കിതിന്റെ ആവശ്യക്കാർ വരും തീർച്ചയായിട്ടും. ഇപ്പോഴും എറണാകുളമാണ്, ഉടൻ തന്നെ തൃശ്ശൂര്, കോഴിക്കോടൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ നടക്കും. ഈ കസ്റ്റമേഴ്സിന് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഓഫേഴ്സ് നൽകും? നമ്മൾ ഓഫർ അഗ്രിഗേറ്റ് ചെയ്യുന്നവർ നമ്മൾ തന്നെ ഓഫർ ഇടുക. തീർച്ചയായിട്ടും ഞങ്ങള് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരിപാടി ഞങ്ങളും ചെയ്യണമല്ലോ. നിങ്ങളെ ഉപദേശിക്കുന്നത് ഞങ്ങളും ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും അതിന് ഓഫറുകൾ ഞങ്ങൾ ഇപ്പം ഈ സെല്ലേഴ്സായിട്ടൊക്കെ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലേക്കും ഫ്രാഞ്ചൈസ് കൊടുക്കാനായിട്ടുള്ള, അതായത് ലിസ്റ്റിങ്ങിന് വേണ്ടി, ബിസിനസ് ലിസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഫ്രാഞ്ചൈസുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ തുടക്കക്കാർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു പർപ്പസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഓഫർ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാർ, നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് ജേണിയിൽ സാറിന് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്? സ്റ്റാർട്ടപ്പ് ജേണിയിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതായതുകൊണ്ട് കുറച്ചൊക്കെ എനിക്ക്
സോൾവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാനൊരു സെയിൽസ്മാനോ മാർക്കറ്റിംഗ് പേഴ്സണോ അല്ല. ഞാൻ ബിസിനസ് കൺസൾട്ടന്റ്. ബിസിനസ്സിനകത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കണക്ക്, അക്കൗണ്ട്സ്, ടാക്സ്, ലോയ്, ഇവ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ പ്രാവീണ്യം ഉണ്ട് എന്ന് മറ്റുള്ളവർ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നില്ല, മറ്റുള്ളവർ പറയുന്നു. അതുപോലെ തന്നെ കുറച്ച് ടെക്നിക്കൽ ആണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നേക്കുന്നത് മാർക്കറ്റിങ്ങിലും സെയിൽസിലുമാണ്. അപ്പം അത് പിന്നെ എക്സിക്യൂഷൻ ഭാഗമായതുകൊണ്ട് എൻ്റെ കാര്യമല്ലത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മാർക്കറ്റിങ്ങും സെയിൽസും ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് ആദ്യം പഠിച്ചിട്ട് ഇതിന് പോകാവൂ, ഏത് ബിസിനസ് ആണെങ്കിലും. പിന്നെ ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റിങ്ങും സെയിൽസും സ്പെഷ്യലൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ മറ്റ് ടൈപ്പുകളൊക്കെ വെച്ച് ബിസിനസ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കൊളാബ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും വലിയ പ്രതിസന്ധി എനിക്ക് വന്നത് ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെ വേണം, പിന്നെ ഏത് ബിസിനസ് മോഡൽ വന്നാലാണ് ഇത് ലാഭകരമായിട്ട് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതിന്റെ ചില ടെക്നോളജിക്കലായിട്ടുള്ള ഫ്രീക്വന്റ് അപ്ഡേറ്റ്സ് ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടെക്നോളജി അപ്ഡേഷൻ എന്ന് പറയുന്നത് ഭയാനകമാണ്. അപ്പം ആ ടെക്നോളജി അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്തു വരുമ്പോഴത്തേക്ക് അത് മാറിക്കഴിയും. അപ്പം അതിന് പറ്റുന്ന ഒരു ടീം ആയിരിക്കണം നമ്മുടെ കയ്യിലുള്ളത്. അത് വലിയൊരു ചലഞ്ചാണ്. അപ്പൊ അതിന് പറ്റുന്ന ഒരു ടീം അല്ല നമ്മുടെ കയ്യിലെങ്കിൽ ഭയങ്കര ലാഗിങ് വരും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ iOS-ല് പഴയ രീതിയിൽ നിന്നൊക്കെ മാറി പേയ്മെന്റ് ഗേറ്റ് വേ ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ റേസർ പേയോ അല്ലെ അങ്ങനെയൊക്കെ കൊടുത്ത് രക്ഷപ്പെടാമായിരുന്നു. ഇപ്പൊ അവര് പറയുന്നത് അവരുടെ ഗേറ്റ് വേ തന്നെ വെക്കണം, അവര് പറയുന്ന പൈസയും കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സ്റ്റിപ്പുലേഷൻസ് ഒക്കെ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ, അതല്ലെങ്കിൽ സെർവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നു. പിന്നിപ്പോ ബിസിനസ് ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പൊ നമുക്ക് മെറ്റയുടെ പ്ലാറ്റ്ഫോം ആണല്ലോ പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്, മാർക്കറ്റിങ്ങിനും അഡ്വർടൈസ്മെന്റും ഒക്കെ ആയിട്ട്. അപ്പൊ അതില് വെക്കുന്ന നിബന്ധനകൾ എന്നൊക്കെ പറയുന്നത് അത് അവര് വലിയ ശരിക്കും മൊണോപ്പൊളി പോലെ തന്നെയാണ്. അവര് പറയുന്നത് നമ്മൾ കേൾക്കുക അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾ പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം അതിന്റെ ഫ്ലോ തന്നെ മാറിപ്പോകും. അപ്പൊ അതൊക്കെ നമുക്കൊരു ചലഞ്ചസ് ആയിട്ട് തോന്നുന്നുണ്ട്. അത് ചലഞ്ചസ് ആയിട്ട് തോന്നുന്നത് എന്റെ ഏരിയ അല്ലത്. അപ്പൊ ഞാൻ അതിന്റെ അത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് എനിക്കത് വലിയൊരു ചലഞ്ചായിട്ട് തോന്നും. അപ്പൊ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണെങ്കിലും എന്റെ ഏരിയ അല്ല, അതുകൊണ്ട് എനിക്കതൊരു ചലഞ്ചാണ്. ഇതൊക്കെയാണല്ല, അത് വലിയ പ്രതിസന്ധികളൊന്നും ഈ ഒരു യാത്രയിൽ വന്നതായിട്ട് ഫീൽ ചെയ്തില്ല. സാറിന് ഇങ്ങനെ ഒരു ഡൗട്ട് വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ സാർ എന്താ എവിടെ നിന്നാണ്? തീർച്ചയായിട്ടും അതിന് നമുക്ക് എനിക്ക് 25 വർഷത്തിന് മേളിൽ ഈ ഫീൽഡില് ബന്ധങ്ങളുണ്ട്. അപ്പം എന്നെക്കാളും വലിയ എക്സ്പേർട്സുമായിട്ട് ഇപ്പം മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ അതിന് ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബ്രാൻഡിങ്ങിന്റെ കാര്യത്തിലൊക്കെ നിൽക്കുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാരും ബിസിനസ് മേഖലയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നോ അല്ലെങ്കിൽ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ക്ലാരിഫൈ ചെയ്ത് തരാനായിട്ടൊക്കെ ആൾക്കാരുണ്ട്. സർ, നമ്മുടെ ഗോ ഫോർ ഗ്രേറ്റ് ഓഫേഴ്സ് എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗോ ഫോർ ഗ്രേറ്റ് ഓഫേഴ്സ് ഒറ്റ വാക്കിൽ നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു 2-3 വാക്കിലൊക്കെ പറഞ്ഞാല് ഓൺലൈൻ സെയിലിന്റെയും ഓഫ്ലൈൻ സെയിലിന്റെയും അഡ്വാൻറ്റേജസ് ഒന്നിച്ച് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. യു ക്യാൻ ഡയറക്ട്ലി എൻജോയ് ദ ബെനിഫിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹ്യൂമൻ വാല്യൂസിന്റെ ഉണ്ട്, ഇക്കണോമിക് വാല്യൂസിന്റെ ബെനിഫിറ്റ്. ഇതെല്ലാം നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഹ്യൂമൻ വാല്യൂബിൾസ് ഉണ്ടോ, അത് ഏത് രീതിയിലാണ്? ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണഗതി പിന്നെ ഒരു കടയിൽ ഒരു സാധനം വാങ്ങി നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസം ആ കടയിൽ തന്നെ പോകാൻ നമ്മുടെ മനസ്സിന്, നമ്മുടെ ബ്രെയിനിന് ഒരു ടെൻഡൻസി വരും. നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ചെന്ന് കഴിയുമ്പം ആ ആളുമായിട്ടൊക്കെ നമുക്കൊരു മുഖപരിചയമായി, അല്ലെ നെക്സ്റ്റ് ടൈം ചെല്ലുമ്പം ആ നമുക്ക് പരിചയമുള്ള ആൾ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും, അല്ലെങ്കിൽ അല്ലേ. അപ്പൊ അവിടെ ഒരു ബന്ധമുണ്ട്.
മനുഷ്യർ ഹൃദയങ്ങൾ തമ്മിൽ അല്ലെ ഒരു അവിടെ ആ ഒരു റിലേഷൻ, അവിടെ ഒരു വാല്യൂ ഉണ്ട്. നമുക്കിനി ഒരു ദിവസം പേയ്മെന്റ് കയ്യിൽ ഇല്ല, അല്ലെ മറന്നുപോയി, അല്ലെ ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ല, കുഴപ്പമില്ല സാർ, നാളെ അത് കുഴപ്പമില്ല, അടുത്ത ദിവസം മതി. ആ ഒരു ബന്ധമൊക്കെ അത് അല്ല എന്താ അതിന് പറയുന്നത്, ട്രസ്റ്റ് ആണ് ഏറ്റവും വലിയ. പ്ലാറ്റ്ഫോമിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ പ്ലാറ്റ്ഫോം അത് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റീറ്റെയിൽ ഇക്കോസിസ്റ്റം മസ്റ്റ് എക്സിസ്റ്റ്, ഇറ്റ് ഷുഡ് എക്സിസ്റ്റ്. കാര്യം നമ്മുടെ പരിസരത്തുള്ള ആ ഒരു കടകളിൽ കിട്ടുന്ന നമുക്കുള്ള ഒരു സ്വാധീനവും ആ ഒരു ബന്ധവും ഇ കൊമേഴ്സുമായിട്ട് ഒരിക്കലും കിട്ടത്തില്ല, അല്ലേ? അതുകൊണ്ടാണല്ലോ നമുക്ക് സോപ്പ് പൊട്ടി ഇഷ്ടിയൊക്കെ വരുന്നത്. മറ്റേ നമുക്ക് നേരിട്ട് പോയി സാധനം കണ്ട് നമ്മൾ ആവശ്യമുള്ളതാണെന്ന് ഉറപ്പിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. നല്ല ഷോപ്പ് ഉടമസ്ഥരൊക്കെയാണ് പറയും, മോനെ അത് എടുക്കണ്ട കേട്ടോ, അത് നാളെ ഇപ്പൊ ബ്രെഡ് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണ സാധനമൊക്കെ എടുക്കുകയാണെങ്കിലേ നമുക്ക് പരിചയമുള്ള കടയാണ് പറയും, സാറേ അത് എക്സ്പയറി നാളെ കൂടെ ഉള്ളൂ, പിന്നെ ഇന്നത്തെ ഉപയോഗമാണെങ്കിൽ എടുത്താൽ മതി, അല്ല എടുക്കണ്ട, ഇല്ലേ? നമ്മളിപ്പോ അതുപോലെ പാക്ഡ് ആയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ദോഷമാവും അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലതാണ്, അവരെ വിശ്വസിച്ചാണ് നമ്മൾ ഈ എക്സ്പയറി ഡേറ്റ് ഒന്നും നോക്കാതാണ് അവരുടെ നിന്നൊക്കെ വാങ്ങുന്നത്. അപ്പൊ അവര് തന്നെ പറയും, സാറേ ഇത് എടുക്കണ്ട കേട്ടോ, ഇത് സമയം കഴിഞ്ഞു. ഇനി അതല്ലേ പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും വാങ്ങുന്നത്, സ്ഥിരം വാങ്ങുന്ന കടയിൽ നിന്നാണെങ്കിൽ സാറേ അത് അത്ര മധുരം ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇപ്പൊ ഓറഞ്ച് അല്ലെ അത്ര സാറ് മേടിക്കുന്ന ആ ഒരു ക്വാളിറ്റിയിൽപ്പെട്ട ഒരു സാധനം അല്ലത്, ഇനിയിപ്പോ അടുത്ത ലോഡ് വരുമ്പോ അത് നല്ലതായിരിക്കും, ഇതിപ്പം അത്ര റൈപ്പനല്ല, അല്ലെങ്കിൽ അത്ര ക്വാളിറ്റി ഇല്ല. ഇതൊക്കെ വരുന്ന ആ ഹ്യൂമൻ വാല്യൂസിൽ നിന്നാണ്, അല്ലേ? വൈശാഖിനും അങ്ങനെ അനുഭവം ഉണ്ടാകുമല്ലോ. അതാണ് കസ്റ്റമേഴ്സിന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയ വ്യവസായികളിൽ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ടീമുണ്ട് ഈ ഓഫർ സെറ്റ് ചെയ്ത് കൊടുക്കാന്, അതല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊക്കെ ഫ്രീ കൺസൾട്ടേഷൻ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇത് കൂടാതെ പല മേഖലകളിലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെറുകിട സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രൈവറ്റ് ഷോപ്പ് ഓണേഴ്സിലേക്കാണ് ആ ഡൗട്ട്സ് എത്തുന്നത്. കസ്റ്റമേഴ്സിന്റെ ഡൗട്ട് ഷോപ്പ് ഓണേഴ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തും. അല്ല, നമ്മൾ ഷോപ്പ് ഓണേഴ്സിന്റെ ഡൗട്ട്സ് പരിഹരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഷോപ്പ് ഓണേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനം അതിലുണ്ട്, വാട്സാപ്പ് നമ്പറും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ സാധാരണ ഒരു ബയറുടെ ഡൗട്ട്സ് ഞങ്ങളുടെ അരികിലേക്ക് വരില്ല. പക്ഷെ ഒരു ഷോപ്പ് ഓണറുമായിട്ടാണ് ഞങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ഷോപ്പ് ഓണറാണ്. അപ്പൊ അവരുമായിട്ടുള്ള ആ ഒരു ഡയറക്റ്റ് ബന്ധത്തിന്റെ പുറത്ത് അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു, അല്ലെങ്കിൽ ഒരു സംശയം തോന്നി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം ഈ ഞാൻ ഫൗണ്ടറായിട്ടുള്ള ആപ്പ് ഡീൽസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, അതിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സാർ, അപ്പം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കസ്റ്റമേഴ്സിന് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ടോ നമ്മൾ സാധനങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത്? ഇല്ല, നമ്മൾ കസ്റ്റമേഴ്സിന് ടോട്ടലി ഫ്രീ ആണ്. കാര്യം ഒരു കസ്റ്റമർ വന്നു സെർച്ച് ചെയ്യും, അവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. 2 ആപ്പ് ഉണ്ട്. വെൻഡർ, അതായത് ഷോപ്പുകൾക്കുള്ള ഒരു ആപ്പും ഉണ്ട്, ഗോ ഫോർ ഗ്രേറ്റ് ഓഫേഴ്സ് സാധാരണ ഉപഭോക്താവിനുള്ള ഒരു ആപ്പും ഉണ്ട്. പ്ലേ സ്റ്റോറിലും iOS-ലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം സാധാരണഗതിയിലുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് സിംപ്ലി കയറി പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. പ്രൊഡക്റ്റ് എവിടെ അവൈലബിൾ എന്നുള്ളത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നത് ടോട്ടലി ഫ്രീ ആണ്. ഈ വലിയ സംരംഭകരിൽ നിന്ന് ചെറിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള മോട്ടീവ് എന്താണ് സാർ? വലിയ സംരംഭകർ അല്ലെങ്കിൽ അങ്ങനെ വേർതിരിവൊന്നും നമുക്കില്ല. പക്ഷെ നമ്മുടെ പരിസരത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ചെറുകിട സംരംഭങ്ങൾ നിലനിന്നാലേ പറ്റൂ. നമ്മൾ പിന്നെ വലിയ സംരംഭകർ വേണം, നമുക്ക് വേണ്ടെന്നല്ല, ചെറിയ സംരംഭകർ നമുക്ക് വേണം. അപ്പൊ ചെറിയ സംരംഭകർ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ അത് ആപത്താണ്. വലിയ കുത്തകകൾ വന്നു കഴിഞ്ഞാൽ ആ കിട്ടുന്ന സർക്കുലേഷൻ, മണി സർക്കുലേഷൻ വലിയൊരു ഘടകമാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഉള്ള കടകളിലും അല്ലെ നമ്മുടെ പരിസരത്ത് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ഏണിങ്സ് അവിടെ തന്നെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെ നമ്മുടെ ആ നെയ്ബർഹുഡിൽ ആ എമൗണ്ട് പ്രയോജനപ്പെടുകയാണ്, നമുക്ക് സൊസൈറ്റിക്കും നല്ലതാണ്. മറ്റേത് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെയാണ്, അവർക്ക് കിട്ടുന്ന അതിന്റെ ലാഭം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇക്കോണമിയിലേക്ക് തന്നെയല്ല പോകുന്നത്. അതിന്റെ നല്ല ഒരു ഭാഗവും
മറ്റ് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും പോകുന്നതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലോക്കൽ എക്കോണമി തന്നെ നിലനിൽക്കണം, അല്ലെ ഈ റീറ്റെയിൽ എക്കോസിസ്റ്റം നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. മറ്റ് പല ഘടകങ്ങളും അതിനകത്ത് നമുക്ക് ഗുണകരമായിട്ടുണ്ട്. സാർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ സപ്പോർട്ടായിട്ട് വന്ന് പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, എൻ്റെ പുറത്തു നിന്നുള്ള സപ്പോർട്ട് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം വയബിൾ ആണെന്ന് തോന്നി. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു ടീം സെറ്റപ്പ് ഉണ്ടാക്കി അതിൻ്റെ ഒരു കമ്പനിയും കാര്യങ്ങളും ഒക്കെ ഫോം ചെയ്ത് ഒരു സ്ഥാപനമാക്കി കൊടുക്കാം എന്ന് അങ്ങനെയാണ് ഈ ലെവലിലേക്ക് എത്തിയത്. സാർ, ഇത് കാണുന്ന പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? എല്ലാവരോടും എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, എല്ലാവരും ഈ ഗോ ഫോർ ഗേറ്റ് ഓഫേഴ്സ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് അത് ഒത്തിരി വർത്തായിരിക്കും. അത് ഷോപ്പ് ഓണർ ആണെങ്കിലും സാധാരണ ഒരു ഉപഭോക്താവാണെങ്കിലും അത് വർത്താകും എന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ റീറ്റെയിൽ ഇക്കോസിസ്റ്റം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഇത് ഓൺലൈൻ പർച്ചേസുകളുടെയും ഓഫ്ലൈൻ പർച്ചേസുകളുടെയും എല്ലാ അഡ്വാൻറ്റേജസും കമ്പൈൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങുന്ന ആളിന് ഇതിന്റെ മൊത്തം എക്സ്പീരിയൻസും കിട്ടാൻ വേണ്ടിയുള്ള അടിപൊളി ആപ്പാണ്, അല്ലെങ്കിൽ ഒരു നല്ല സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ബ്രാൻഡ് യാത്രയിൽ ഉണ്ടായിരുന്നത് ഗോ ഫോർ ഗേറ്റ് ഓഫേഴ്സിന്റെ ഫൗണ്ടറായ ബിജു സാറാണ്. സാർ, താങ്ക് യു. താങ്ക് യു ബ്രാൻഡ് യാത്ര.